നമസ്കാരം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ 261 വീഡിയോയാണ്. ഇത് നമ്മൾ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ടീം വന്നിരുന്നു. അതെല്ലാം കരാട്ടയിൽ വളരെ ഡിഗ്രികൾ എടുത്ത ഒരു 5ഉം 3ഉം 2ഉം ഒക്കെ എടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ആ വിദ്യ കാണിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ശംഖം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു മർമ്മസ്ഥാനം. ആ മർമ്മത്തിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത് നെക്കിളാണ്. നെക്കിൾ പുഷപ്പ് ചെയ്ത് നല്ല ബലമുള്ളതാണ്. ഇതാണ് നെക്കിൾ. ഇതൊക്കെയാണെങ്കിലും ചെറുതാണ്. നമ്മളുടെ പുഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നെക്കിളെന്ന് പറഞ്ഞാൽ ഇത് വലിപ്പത്തിൽ വരും. ഇതിനൊന്നും നല്ല തഴമ്പും ഉണ്ടാവും. അതാണ് ആ നെക്കിളുണ്ടെങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം കരാട്ടക്കാർക്കും കുൻഫു അങ്ങനെ നെക്കിൾ പുഷപ്പ് ചെയ്യുന്നവർക്കെല്ലാം ഇത് ഈസി ആയിട്ട് ചെയ്യുക. ശക്തി കുറച്ച് ചെയ്താൽ മതി. ശക്തി കൂടുതൽ ചെയ്താൽ മരണം വരെ സംഭവിക്കും കേട്ടോ. പക്ഷേ മർമ്മസ്ഥാനം കാണിച്ചു തരികയാണ്. ശംഖം എന്ന് പറഞ്ഞ മർമ്മസ്ഥാനത്താണ് ഇപ്പം നമ്മൾ അറ്റാക്ക് ചെയ്യാമെന്ന് നോക്കി. ശംഖം മർമ്മസ്ഥാനം ഇതാണ് കണ്ടോ. ഇതാണ് മർമ്മസ്ഥാനം. ഈ മർമ്മസ്ഥാനത്താണ് നെക്കളാണ് ചെയ്യുന്നത്. നെക്കൾ കൊണ്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ പുരിയക്കൊടികളുടെ വാൽ അവസാനിക്കുന്ന ഭാഗങ്ങൾക്ക് മുകൾ വശത്തായി ചെവിയുടെയും നെറ്റിയുടെയും നടുവിലായി സ്ഥിതി ചെയ്യുന്നതും അരയങ്കുലം വലിപ്പം വരുന്ന അസ്ഥിമർമ്മങ്ങളാണിവ. ഇവയ്ക്ക് മുറിവ് പറ്റിയാൽ തൽക്ഷണം മരിക്കുന്നതാണ്. മരണം സംഭവിക്കാതിരുന്നാൽ സ്ഥിരമായ തലവേദനയും ഞരമ്പ് വലിയും ഉണ്ടാവും. തലച്ചോറിൻ്റെ പ്രവർത്തനം പാടയെ തകരുന്നതാണ്. മുറിഞ്ഞാൽ മരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് സാധാരണ രീതിയിൽ കരാട്ടെ കളരി പഠിക്കാത്ത സാധാരണക്കാരനാണെങ്കിൽ നമ്മളിങ്ങനെ പൊത്തി അടിക്കുകയുള്ളൂ. അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നെക്കൾ കൊണ്ട് പോയിൻറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ. പോയിൻ്റ് എന്ന് വെച്ചാൽ ശരിക്ക് ചൂണ്ടാണി മർമ്മത്തിൻ്റെ ചൂണ്ടാണി വിരലിൻ്റെ പോയിൻ്റ് എന്താ അതേപോലത്തെ പോയിൻ്റാണ് ഈ നെക്കളിന് വരുന്നത്. നെക്കളിനെ നമ്മൾ മർമ്മ പോയിൻറ്റിൽ നെക്കൾ മാത്രം കൊള്ളുന്ന വിധത്തിലൊരു പഞ്ച് കൊടുത്താൽ റെഡി പോയി അവൻ. ഇവിടെ എന്നാന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഈ പഞ്ചാണ്. അതുകൊണ്ട് നെക്കൾ തന്നെ കൊള്ളില്ല. നമ്മളിവിടെ നെക്കൾ തന്നെ കൊള്ളുന്ന രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെൺകുട്ടികൾക്കേ പറ്റുള്ളൂ. വയറ്റിലെ 3 മർമ്മസ്ഥാനങ്ങളും പെൺകുട്ടികൾക്ക്. ഇപ്പോൾ എല്ലാം ഒന്നും ഇന്ന് അവതരിപ്പിക്കുന്നില്ല. ഇന്ന് ഒരു മർമ്മസ്ഥാനം മാത്രമാണ്. അത് നെക്കൾ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പരിശീലിപ്പിക്കാൻ നോക്കി. 2 കൈ കൊണ്ട്. ഇനി എത്ര വലിയവനാണേലും ഈ 2 കൈ വെട്ടിക്കാൻ വെട്ടു. പെൺകുട്ടി ഒന്നും പേടിക്കാനില്ല. അവൻ വെട്ടിക്കോട്ടെ. വെട്ടി നോക്കി 2 കൈ കൊണ്ടാണ് പിടിക്കുന്നത് കണ്ടോ. 2 കൈ കൊണ്ട് പിടിച്ച ഒരു കാല് കയറ്റി വെച്ചിട്ട് നോക്കി. നെക്കളുണ്ട് ഈ മർമ്മസ്ഥാനത്താണ് അടിക്കുന്നത്. അടിച്ചാൽ പോയി. നെക്കളിന് ഇടി കിട്ടിയാൽ പോയി. ഇതാ ഇതേ 3rd ബ്ലാക്ക് ബെൽറ്റ് അല്ലേ? 3rd ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ടുള്ള ആളാണ്. ചെറിയ പുള്ളിയല്ല. നല്ല ധൈര്യമുണ്ട്. പക്ഷേ കൊടുവാൾ കാണുമ്പോൾ ആർക്കാണേലും ചെറിയൊരു പേടി. കാരണം കരാട്ടയിൽ കൊടുവാളില്ലല്ലോ. കരാട്ടയിലുള്ളത് വെറും കൈ എന്നാണ് അതിന് പറയുന്നത് തന്നെ. പക്ഷേ ഇവിടെ നമ്മൾ കൊടുവാൾ കൊണ്ട് അങ്ങനെ ഒരാൾ വെട്ടിയാലും ഈസി ആയിട്ട് നമുക്ക് അവനെ വീഴിക്കാൻ പറ്റും. വീഴിക്കുകയാണ്, പിന്നെ നിർത്തുമൊന്നുമില്ല. അവനെ റെഡി അറ്റാക്ക് ചെയ്ത് ഈ കൈ ഇങ്ങനെ ഇവിടെ വിരിക്കും ഉണ്ടോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മറിഞ്ഞു പോകും. ഓക്കെ വന്നേ. ആ കൈയുടെ ഇതാണ് നെക്കള്. ഈ നെക്കളാണ് ഇവിടെ കൊള്ളേണ്ടത്. ഇതാണ് പോയിൻ്റ് കണ്ടില്ലേ. ഇതാണ് പോയിൻ്റ്. ഈ പോയിൻ്റ് ചൂണ്ടാണി വിരലിൻ്റെ പോയിൻ്റ് ഇതാണ്. അതേപോലെ അതേ പോയിൻ്റാണ് അവിടെ കൊള്ളാൻ പോകുന്നത്. റെഡി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, വളരെ ശ്രദ്ധിക്കുക. കാല് 2 കൈ കൊണ്ടാണ് ബ്ലോക്ക് ചെയ്യുന്നത്, പിടിക്കുന്നത്. ഒരു കാല് കയറ്റി വയ്ക്കുന്നു, പിന്നെ ഒരടിയാണ്. ആ ഒരു പഞ്ചിന് പോയി. ഒന്നും ഭയപ്പെടേണ്ട. അവനവിടെ കിടന്ന് കുറേ കഴിഞ്ഞ് ഏറ്റു പോയിക്കോട്ടെ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇത്രയും നല്ലൊരു പരിപാടി മർമ്മങ്ങൾക്ക് മാത്രമേ പറ്റൂ. അടിയിടി ചവിട്ടുകൊണ്ടൊന്നും ഒരാളൊന്നും താഴെ വീണും ബോധം കെട്ടൊന്നും പോവില്ല. ഇതിപ്പോൾ കൃത്യമായിട്ട് നോക്കിയോളൂ. കാണാം. റെഡി ബോ ഹൂസ് അറ്റാക്ക്. ഇത്ര സമയമേ വേണ്ടൂ. ഒരു അര സെക്കൻഡ് പോലും വേണ്ട. ശരിക്കും സ്പീഡിലാണെങ്കിൽ കത്തി വരുന്നതും വീഴുന്നതും ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഈ വിദ്യ കണ്ട് പഠിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. Hi everyone, my name is Tanya. So we are coming from Bangalore. I am 3rd Dan black belt. We have come with a team. My father, my brother. We are all practicing international Shorin-ryu karate. So right now, today we are here because of this great character that you can see. So master is someone who teaches marmam
It is Indian, as in Kerala Gurukulam Kalari style marmam. So this is something that if you are in martial art field, you will know that this is not something that everyone teaches from their heart. So because of his vastness of his heart, master has taught all of us in this 3-day camp. It is very helpful. So from a martial artist perspective, everyone should learn this. So this is something that even this teaches you how to defend yourself from any attack, weapon or without weapon, just using your bare hands. So that is the speciality, and master has taught us in your body how many are there. There are 81. 81 marmam. Right now we learned around 84. So thanks to master, and strongly recommend whoever is able and whoever wants to learn this should definitely come. It's in Palakkad, in Academy. academy. Yeah. So everyone should come and learn. So I strongly suggest, and whoever is here will definitely help you. We have all learned, we have all got our certificates, and we'll definitely, if you know us, any of us, we will definitely teach you this martial arts. All thanks to master. Okay. Thank you. Thank you. Thank you. Thank you. Okay. തേർഡ് ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ വന്ന കുട്ടികളാണ്. 2 ക്യാമ്പിലെ കുട്ടികളെ നിങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഈ പരിചയപ്പെടുത്തിയതിനനുസരിച്ച് മറ്റുള്ള കുട്ടികൾ ശിഷ്യന്മാർ പറഞ്ഞതനുസരിച്ചാണ്. കാരണം ഇന്നത്തെ ദിവസം ഇപ്പോൾ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ എനിക്കോ ഇവർക്ക് ബന്ധങ്ങളുണ്ടാവില്ല. ഉണ്ടാവുന്ന ക്ലാസ്സിൽ വരുന്ന പോകുന്നതല്ലാണ്ട് ഇവരെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലല്ലോ. നിങ്ങളെ അറിയിക്കണ്ടേ? എങ്കിലല്ലേ തലമുറകൾക്ക് ഈ വിദ്യ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കറിയാവുന്ന വിദ്യകൾ, കിട്ടിയ വിദ്യകളെല്ലാം എൻ്റെ ഈ ശിഷ്യന്മാർക്കെല്ലാം ഞാൻ പകർന്നു കൊടുത്തു കഴിഞ്ഞു. അത് അവരിൽ നിന്ന് തലമുറകൾക്ക് വേണം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇവരെ സമീപിക്കാം. ഇവർ പല സ്ഥലങ്ങളിലുള്ളവരാണ്. ഇവിടെയാണ് എന്നെ അക്കാഡമിയിൽ വരണമെങ്കിൽ ആലത്തൂർ തന്നെ വന്നാലേ പഠിക്കാൻ പറ്റൂ. ഇതല്ല, നിങ്ങളുടെ അടുത്ത് ഈ വിദ്യയുള്ള അറിയുന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾ പോയി സമീപിച്ചാൽ അവർ ഈ വിദ്യകളൊക്കെ പറഞ്ഞു തരും. സർട്ടിഫിക്കറ്റ് മാത്രം നേരിട്ട് അക്കാഡമി അയച്ചു തരും. അതിനൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും അക്കാഡമിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങൾക്ക് ചെയ്തു തരും. ഇവരോരോരുത്തരെ നിങ്ങളെ പരിചയപ്പെടുകയാണ്. ശ്രദ്ധയോട് ശ്രദ്ധിക്കുക, ഇവരെ മനസ്സിലാക്കുക. നിങ്ങളുടെ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാം. ഇവരുടെ കാലം കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്കും ഈ വിദ്യകൾ, അതായത് മർമ്മങ്ങൾ ഇതുവരാരും പഠിപ്പിച്ചിട്ടില്ല, ഈ വിദ്യകൾ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവരും തയ്യാറാണ്. അവരെ പരിചയപ്പെടുത്തുകയാണ്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് ടോം ചാണ്ടി. എൻ്റെ പേര് ടോം ചാണ്ടി. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. ഞങ്ങളൊരു ടീമുണ്ട്. എൻ്റെ മോള് ഞങ്ങളൊരു ടീമുണ്ട്. ഞാൻ 5th ഡാൻ ബ്ലാക്ക് ബെൽറ്റാണ്. കരാട്ടെ ഷൊറിൻറിയു കരാട്ടയിൽ 5th ഡാൻ ബ്ലാക്ക് ബെൽറ്റാണ്. ഞാൻ 10-40 വർഷമായിട്ട് കരാട്ടെ ഫീൽഡിലുള്ളതാണ്. പക്ഷേ മാസ്റ്ററിൻ്റെ ഒരു മർമ്മ പഠിപ്പിക്കുക എന്നുള്ളത് ആരും പഠിപ്പിക്കുകയില്ലാത്തതാണ്. അത് നമുക്ക് ഈ 3 ദിവസത്തെ ക്യാമ്പിൽ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. അത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കളരിയിൽ ആരും പഠിപ്പിക്കത്തില്ല. അത് നമുക്ക് പ്രത്യേകിച്ച് കരാട്ടക്കാർക്ക് അത് അറിഞ്ഞ് ഞങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന മാസ്റ്ററിനോടുള്ള നന്ദി എത്ര തീർന്ന് പറഞ്ഞാലും തീരത്തില്ല. അത് ഒരുപാട് നന്ദി ഉണ്ട്. ഞങ്ങൾ കരാട്ടക്കാർക്ക് അത്യാവശ്യം ഇത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് കേരളത്തിലും ക്ലാസ്സസ് എൻ്റെ അണ്ടറിലുണ്ട്. ബാംഗ്ലൂരുണ്ട്. 10-24 ക്ലാസ് കേരളത്തിലും ബാംഗ്ലൂരും ഉണ്ട്. ക്ലാസ് ഇഷ്ടം 10-28 ക്ലാസ് ഉണ്ട്. അപ്പം പിള്ളേർ അറിഞ്ഞിരിക്കണം. എൻ്റെ അഭിപ്രായം ഇതാണ്. ഞങ്ങൾ അറിഞ്ഞിരുന്ന് വേണം പിള്ളേരെ പഠിപ്പിക്കാൻ. മർമ്മങ്ങൾ അറിഞ്ഞിരുന്ന് വേണം. ഇത് പഠിപ്പിച്ച മാസ്റ്ററിനോട് തീരാത്ത നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ടാനിയ എന്നാണ്. അപ്പം ഞങ്ങൾ എൻ്റെ അനിയനും അച്ഛനും ഒക്കെ കൂടെ ഇവിടെ മർമ്മം ക്ലാസ് 3-day ക്യാമ്പിന് വന്നതാണ്. അപ്പം എനിക്ക് നല്ലൊരു സേഫ്റ്റി, ഫീമെയിൽ സേഫ്റ്റി, അങ്ങനെ ബെയർ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മളെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ പേര് ടിയോ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ 2nd ഡാൻ ബ്ലാക്ക് ബെൽറ്റാണ്. ഞാനും ചേച്ചിയും സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻസ് ആണ് കർണാടകയിൽ. ഞങ്ങളെ കളരി മർമ്മം എല്ലാവരും തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. എല്ലാ മാർഷൽ ആർട്ട് ഫീൽഡ്സിലുള്ള ആൾക്കാരും ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. എൻ്റെ പേര് വൈഷ്ണവ് പ്രശാന്ത്. ഞാൻ SRM ചെന്നൈയിൽ പഠിക്കുകയാണ്. ഞാൻ കരാട്ടയിൽ ബ്രൗൺ 1 ബെൽറ്റിലാണ്. എൻ്റെ അച്ഛൻ്റെ കീഴിൽ അച്ഛൻ മാസ്റ്ററാണ്. പ്രശാന്ത് എന്നാണ് പേര്.
ഈ മർമ്മ എൻ്റെ ഈ പ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറിവ് നേടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിന് നന്ദി മാസ്റ്റർ. എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. ഞാൻ ഷോറിൻഡ്യൂ കരാട്ടെ 3rd ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഞാൻ ജോലി ചെയ്യുന്ന മസ്കറ്റിലാണ്. അപ്പോൾ ഒരു അവധി കിട്ടിയപ്പോൾ ഇവിടെ വന്ന് ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ് 3 ദിവസം അറ്റൻഡ് ചെയ്തതാണ്. തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസ്സാണിത്. ഞാൻ പറയുന്നത് ഒരു എത്രയും പേർക്ക് അറ്റൻഡ് ചെയ്യുക അത്രയും പേര് അറ്റൻഡ് ചെയ്യുക. ഇതിനെ മാക്സിമം ഉപയോഗിക്കുക. മാഷിൻ്റെ ഈ ഏജിൽ മാഷ് ചെയ്യുന്ന ഇത്ര ഒരു നല്ലൊരു സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരാശിക്ക് മുഴുവൻ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഒരുപാട് പലയിടത്തും ഞാൻ അന്വേഷിച്ചു, പക്ഷേ ആരും ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം കാണിച്ച ആ ഒരു നല്ല മനസ്സിനെ നമ്മളെല്ലാവരും സ്തുതിക്കണം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്ന് അഭ്യസിച്ച് ഈ ആർട്ടിനെ നമ്മൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനിയും അങ്ങോട്ട് ഫ്യൂച്ചറിലേക്ക് പലതും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് മാസ്റ്ററിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് അബ്ദുൽ കലാം ആസാദ്. ഞാൻ യഥാർത്ഥത്തിൽ മലപ്പുറംകാരനാണ്. ഫീൽഡ് കോഴിക്കോട് ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലാണ് എൻ്റെ ഡ്യൂട്ടി. ഓൾറെഡി ഇസ്ലാമിക് ടീച്ചറാണ്. അതിൻ്റെ കൂടെ മാർഷൽ ആർട്സ് ഡ്രാഗൺ കുംഫു എന്ന അക്കാദമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 67ഓളം പിള്ളേരുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് മാഷ ഒരു ശിഷ്യനാവാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷം. കാരണം മക്കളെ പോലെ പെരുമാറി ഈ 3 ദിവസത്തിൽ. കാരണം വേറെ ഒരു ചിന്തയും ഇല്ല. മാഷ് ഈ വയസ്സായ കാലഘട്ടത്തിലും മാഷ് ഈ പ്രസരിപ്പോടുകൂടി ഈ ഫീൽഡിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അവരോടൊപ്പം അവർ ശിഷ്യനായി നമുക്കും ഇനിയുള്ള കാലങ്ങളിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അതിനുള്ള സമയവും എല്ലാം നമുക്ക് കിട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ സന്തോഷം. എൻ്റെ പേര് ബിനു. എനിക്ക് 41 വയസ്സുണ്ട്. ഞാൻ തെക്കനും വടക്കനുമായി വർഷങ്ങളോളം കളരി പഠിച്ച ആളാണ്. പക്ഷെ അവിടെ എങ്ങും കിട്ടാത്ത ഒരുപാട് മർമ്മ പരിപാടികളാണ് ഈ ബഹുമാനപ്പെട്ട മാഷിൻ്റെ നിന്ന് കിട്ടിയത്. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇനിയും വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ദീർഘായുസ്സോടെ ഇരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചോളുന്നു. എൻ്റെ പേര് വിവേക്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. VSSCയിലാണ് വർക്ക് ചെയ്യുന്നത്. മർമ്മങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചെന്ന മാഷാണ്. എങ്ങനെയാണ് ഒരാൾ ആയുധമില്ലാതെ കീഴ്പ്പെടുത്താമെന്നുള്ളത് ഡീപ്പായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പഠിപ്പിച്ചെന്ന മാഷന്മാർക്ക് നന്ദി. എൻ്റെ പേര് അശോകൻ എന്നാണ്. ഞാൻ കേരള പോലീസിൽ നിന്ന് SI ആയി റിട്ടയർഡ് ചെയ്ത ആളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട നിഗൂഢമായ മർമ്മകല എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. സെൽഫ് ഡിഫെൻസിനും മറ്റേ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പഠിച്ചിരിക്കേണ്ട കലയാണ്. എനിക്കിപ്പോൾ സാറെ പറഞ്ഞു തന്നതിന് സാറിനോട് വളരെ നന്ദിയുണ്ട്. എൻ്റെ പേര് അനു. ഞാൻ ഇടുക്കി ജില്ലയിൽ കുമളിയിൽ നിന്നാണ് വന്നത്. ഇവിടെ വന്ന് മാഷിൻ്റെ അടുത്ത് വന്ന് ആയുധവുമായി വരുന്ന ഒരാളെ നിരായുധർ കീഴ്പ്പെടുത്തുന്ന മർമ്മവിദ്യ വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് മാഷിൻ്റെ നിന്ന് കിട്ടിയത്. അപ്പം ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഉള്ള ഈ നല്ല മനസ്സിന് മാഷിനോട് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും മാഷിന് ഇതുപോലെയുള്ള ശിഷ്യന്മാർ വന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് വിഷ്ണു. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വളരെ യൂസ്ഫുള്ളാണ്. എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. ഇത് ഇന്നത്തെ കാലത്ത് ഇത് ആരും വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാത്തൊരു കലയാണിത്. ഇത് മാഷിൽ നിന്നും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ അടുത്ത് ആര് വന്നാലും ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ആർക്കും എൻ്റെ അടുത്ത് വരാം. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് ഫീൽഡിലുള്ള എല്ലാവരും ഈ സംഭവം അറിഞ്ഞിരിക്കണം. കാര്യം നമുക്ക് വാക്കാൽ പറയാൻ പറ്റത്തില്ല. അത്രയും ഒരു ഭയങ്കര സംഭവമാണ്. വേറെ ഏത് കല പഠിച്ചിരുന്നാലും അവർ ഇതും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു. സോ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യണം. മാഷിൽ നിന്നും ഈ ഒരു കല സ്വീകരിക്കാൻ വേണ്ടി മാഷിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ NTPCയിലെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ ചെന്നൈയിലാണ് പോസ്റ്റിങ്. ഇപ്പോൾ അടുത്ത അവധിക്ക് ഞാൻ വരുന്ന സമയത്ത് കുറേ കാലമായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ മാഷിൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഇതിൽ ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ ഈ ഒരു കല ശരിക്കും ആർക്കും ഷെയർ ചെയ്യാത്ത ഒന്നാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് മാഷ് അത് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഞങ്ങളോട് കൂടെ പറയുന്നത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കൂ, നിങ്ങളെ കൊണ്ട് എത്ര പറ്റുന്ന പോലെ പഠിപ്പിച്ചു കൊടുക്കൂ എന്നുള്ളതാണ്.
അത് മറ്റ് പല അക്കാഡമികളിലോ അല്ലെങ്കിൽ മറ്റ് പല വിദ്യകൾക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പൊതുവെ എല്ലാവരും പറയാം നിങ്ങൾ ആർക്കും പഠിപ്പിച്ചു കൊടുക്കരുത്, അതിന് അവരോട് ഇവിടെ വരാൻ പറയണം എന്നാണ്. പക്ഷേ മാഷ് അതിൽ വളരെ വ്യത്യസ്തനാണ്. എന്ന് മാഷിൻ്റെ ഹൃദയവിശാലത കൊണ്ട് പറയുന്നതാണ്, നിങ്ങൾ ഇവിടെ തന്നെ വന്ന് പഠിച്ചാൽ അതിന് വളരെ വളരെ മെച്ചമുണ്ടാവും. എല്ലാവരും അത് സഹായിക്കട്ടെ. നന്ദി മാഷ്. വളരെ ഓക്കെ മതി. ഇനി നമുക്ക് ഇത് തിരിച്ചില്ല. ഇവിടെ വേറെ ആരുമില്ല, ഞാനും വൈകും മാത്രമേ.